ജനം ഡിബേറ്റിൽ നടത്തിയ പരാമർശത്തിന്റെ പേരിൽ റിമാൻഡിലായ പി.സി. ജോർജിന്റെ ജാമ്യാപേക്ഷയിൽ ഈരാറ്റുപേട്ട മജിസ്ട്രേറ്റ് കോടതി ഇന്ന് വിധി പറയും. തെളിവെടുപ്പും ചോദ്യം ചെയ്യലും അടക്കമുള്ള നടപടികൾ പൂർത്തിയാക്കിയതായി പോലീസ് കോടതിക്ക് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. വിവരങ്ങളുമായി കോട്ടയത്ത് നിന്ന് മിഥുൻ അയ്യപ്പൻ ചേരുന്നുണ്ട്. മിഥുൻ, എന്തൊക്കെയാണ് വിവരങ്ങൾ, വിശദാംശങ്ങൾ? ഇന്ന് 4 ദിവസം തികയാണ് പി.സി. ജോർജ് റിമാൻഡിൽ കഴിഞ്ഞിട്ട്. 14 ദിവസത്തെ റിമാൻഡിനായിരുന്നു ഈരാറ്റുപേട്ട മജിസ്ട്രേറ്റ് കോടതി പി.സിക്കെതിരെ വിധിച്ചിരുന്നത്. അതിനുശേഷം തുടങ്ങിയ ജാമ്യ ഹർജി കഴിഞ്ഞ ദിവസം പരിഗണിക്കുകയും വിശദമായിട്ടുള്ള വാദം കേൾക്കുകയും ചെയ്തു. വാദം പൂർത്തിയാക്കിയ ശേഷമാണ് ഇന്ന് വിധി പറയുന്നതിന് വേണ്ടി, ജാമ്യം നൽകുന്നത് സംബന്ധിച്ച ഹർജിയിൽ വിധി പറയുന്നതിന് വേണ്ടി ഇന്നത്തേക്ക് മാറ്റിയത്. പ്രധാനമായും കോടതി കഴിഞ്ഞ ദിവസം നടന്ന വിചാരണയിൽ വാദത്തിൽ ആവർത്തിച്ച് ചോദിച്ചത് പി.സി. ജോർജിന് ഇനി നടപടിക്രമങ്ങൾ എന്തെങ്കിലും പൂർത്തിയാക്കാനുണ്ടോ എന്നുള്ളതായിരുന്നു. അന്വേഷണ സംഘത്തോട്, പോലീസിനോട് ആരാഞ്ഞിരുന്നത്. പക്ഷേ പോലീസ് നൽകിയ റിപ്പോർട്ടിൽ എല്ലാ നടപടികളും പൂർത്തിയായി. അതായത് തെളിവെടുപ്പ്, അതുപോലെ തന്നെ ചോദ്യം ചെയ്യൽ, ഇക്കാര്യങ്ങളെല്ലാം തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് പോലീസ് റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മറ്റു നടപടിക്രമങ്ങൾ, റിമാൻഡിൽ കഴിഞ്ഞുകൊണ്ട് നേരിടേണ്ട മറ്റു നടപടിക്രമങ്ങളൊന്നും തന്നെ ഇനി ബാക്കിയില്ല. പക്ഷേ പി.സി. ചെയ്തത് വളരെ ഗൗരവകരമായിട്ടുള്ള ഒരു കുറ്റമാണെന്നും അതുകൊണ്ട് തന്നെ മുൻപ് നേരത്തെ പലപ്പോഴും കോടതിയുടെ ജാമ്യ വ്യവസ്ഥകൾ ലംഘിക്കുന്ന ആളായിരുന്നു എന്നുമായിരുന്നു പരാതിക്കാരുടെ അഭിഭാഷകനും അതുപോലെ തന്നെ പ്രോസിക്യൂഷനും ആവശ്യപ്പെട്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ജാമ്യം നൽകരുത് എന്നുള്ള ആവശ്യമാണ് അവർ ഉന്നയിച്ചത്. പക്ഷേ ഇത്തരത്തിൽ നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കുകയും ആരോഗ്യസ്ഥിതി മോശമായി തുടരുകയും ചെയ്യുന്ന ഈ സാഹചര്യത്തിൽ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ജാമ്യം നിഷേധിക്കേണ്ടത് എന്നുള്ള ചോദ്യമാണ് പി.സിയുടെ അഭിഭാഷകൻ ചോദിച്ചത്. അത്തരത്തിൽ വ്യക്തമായ ശക്തമായിട്ടുള്ള വാദം കോടതിയിൽ ഉരുത്തിരിഞ്ഞിരുന്നു. ഈ ഒരു അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇന്ന് കോടതി സംഭവത്തിൽ വിധി പറയാൻ മാറ്റിവെച്ചിരിക്കുന്നത്. ജാമ്യം ലഭിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷ തന്നെയാണ് പി.സി. ജോർജുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾക്ക് ഉള്ളത്. ഒപ്പം തന്നെ ജാമ്യം ലഭിച്ചു കഴിഞ്ഞാൽ കൂടുതൽ വിദഗ്ധ ചികിത്സയ്ക്ക് വേണ്ടി പി.സി. ജോർജിനെ മാറ്റേണ്ടിയിരിക്കുന്നു. ആൻജിയോപ്ലാസ്റ്റി അടക്കം, ശസ്ത്രക്രിയ അടക്കം ചെയ്യേണ്ടതുണ്ട് എന്നാണ് കോടതി അറിയിച്ചിരിക്കുന്നത്. ഹൃദയ ബ്ലോക്ക് അടക്കം കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി അത്തരം നടപടിയിലേക്ക് പോകണമെന്നുണ്ട്. അങ്ങനെയെങ്കിൽ ജാമ്യം ലഭിച്ചാൽ ഉടൻ മറ്റ് സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റാനുള്ള ഒരു നീക്കമായിരിക്കും പി.സി. ജോർജുമായി. വ്യക്തമാണ്. കോട്ടയത്ത് നിന്ന് മിഥുൻ അയ്യപ്പനാണ് വിവരങ്ങൾ നൽകിയത്. ജനം ഡിബേറ്റിലെ പരാമർശത്തിൽ റിമാൻഡിൽ കഴിയുന്ന പി.സി. ജോർജിന്റെ ജാമ്യാപേക്ഷയിലാണ് ഇന്ന് വിധി വരിക. ഈരാറ്റുപേട്ട മജിസ്ട്രേറ്റ് കോടതിയാണ് വിധി പറയുക.